നമസ്തേ. വിഴിഞ്ഞം വിവാദമാണോ അതോ CPM-ലെ കണ്ണൂരിലെ പൊട്ടിത്തെറിയാണോ? ഇനി അതുമല്ലെങ്കിൽ സാക്ഷാൽ പിണറായിയെ ലക്ഷ്യം വെച്ചിട്ടുള്ള പുതിയ എന്തെങ്കിലും കൂരമ്പാണോ? സംശയങ്ങൾ ഏറെയാണ്. സത്യത്തിൽ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും വിഴിഞ്ഞം തുറമുഖത്തിലെ ഓഹരി വിൽപ്പന വിവാദമുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനിയും മുഖ്യമന്ത്രി VD സതീശനും ഒക്കെ ചേർന്നുകൊണ്ടുള്ള അവർക്കെതിരെയുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങളാണ് എന്ന് തോന്നും ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ. രണ്ടാമത് ഒന്ന് ചുഴിഞ്ഞ് ആലോചിക്കുകയാണെങ്കിലോ അതല്ല. അപ്പോൾ യഥാർത്ഥ കഥ അതൊന്നുമല്ല ഇപ്പോൾ നടക്കുന്നത്. CPM പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ എടുത്ത ആയുധം, ആ ആയുധം കൊണ്ട് CPM-ന് നേരെ തന്നെ പ്രഹരമേൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യം. മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ ഒക്കെ ഒറ്റക്കെട്ടായിട്ട് ഒരു തീരുമാനം എടുക്കുന്നു വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ. അത് അവർ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഇടം തിരിഞ്ഞു നിന്ന ചില ആളുകളുണ്ട്, അല്ലെങ്കിൽ നേതാക്കളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം. ആരൊക്കെയാണ്? EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ തുടങ്ങിയവരാണ്. എന്തുകൊണ്ടാണ് ഇടം വലം തിരിഞ്ഞ് CPM-നുള്ളിൽ തന്നെ ഒരു പടലപ്പിണക്കം പൊട്ടിപ്പുറപ്പെടുന്നത്? അതായത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ഒരു വിഷയത്തില് നേരെ തിരിഞ്ഞുള്ള മറുപടിയാണ് EP പറഞ്ഞിട്ടുള്ളത്. ഇനി EP-യിൽ മാത്രവും ഒതുങ്ങിയിരുന്നില്ലല്ലോ. അപ്പോൾ ചോദ്യം ഇതാണ്, ശരിക്കും വിഴിഞ്ഞം പോർട്ടിന്റെ വിവാദമാണോ അതോ CPM-ലെ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉൾപാർട്ടി പോരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണോ ഇപ്പോൾ CPM-നുള്ളിൽ നടക്കുന്നത്? ഇനി അതൊന്നുമല്ല, തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് അതായത് വമ്പൻ തോൽവി ഉണ്ടായല്ലോ, ഈ തോൽവിയുമായി ബന്ധപ്പെട്ട് CPM-ൽ ഉണ്ടായിട്ടുള്ള വലിയ ഉൾപാർട്ടി പോര് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്നതിന്റെ ആദ്യത്തെ ചില സൂചനകളാണോ എന്നുള്ളതും സംസാര വിഷയമായി വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വിഴിഞ്ഞം വിവാദത്തിന്റെ രാഷ്ട്രീയ മുഖമല്ല സത്യത്തിൽ ഇപ്പൊ പുറത്തു വരുന്നത്. അതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന CPM-ന്റെ കണ്ണൂർ ലോബി എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ ഒരു ചിത്രം കൂടി തെളിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും മുൻ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദാനി പോർട്ടിന്റെ കൈവശമിരിക്കുന്ന ഓഹരികളിൽ 49% ഓഹരി MSE കമ്പനിക്ക് കൈമാറാൻ തീരുമാനിക്കുന്നു. ഈ കൈമാറ്റത്തില് വളരെ ദുരൂഹതയുണ്ട് എന്നുള്ളതും നിയമപരമായിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെയാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ ഈ ആക്രമണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയപരം മാത്രമായിരുന്നു എന്നുള്ളതും പുറത്തു വരുന്നുണ്ട്. തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്ന മുഖ്യമന്ത്രി VD സതീശനെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറിയും ചേർന്ന് എടുത്ത തീരുമാനത്തിലൂടെ പുറത്തു വന്നത്. പക്ഷേ പിന്നീട് സംഭവിച്ചത് സത്യത്തിൽ ഞെട്ടിക്കുന്ന കാരണങ്ങളാണ്. കാരണം പാർട്ടി ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളെ പ്രതിപക്ഷമല്ല എതിർത്തതും മറുത്തു ഉത്തരങ്ങൾ പറഞ്ഞതും, അത് പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാക്കൾ തന്നെയാണ്. ഇനി നമ്മൾ EP-യുടെ കാര്യം എടുത്തു നോക്കുകയാണ്, അതായത് EP ജയരാജന്റെ കാര്യം എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ CPM-ൽ ആരെങ്കിലും ഒക്കെ ഒരു വിരുദ്ധാഭിപ്രായം പറയുന്നത് ഇതിപ്പോ ആദ്യമായിട്ടൊന്നുമല്ല. പക്ഷേ ഇവിടെ സംസാരിച്ചത് EP ജയരാജനാണ്. EP ജയരാജൻ എന്ന് പറയുന്ന നേതാവിന്റെ കരിയർ ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞതും പിന്നീട് മാറ്റി പറഞ്ഞതും പാർട്ടിയെ ആകെ പ്രശ്നത്തിലാക്കിയതുമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അദ്ദേഹമാണെങ്കിൽ വെറും ഒരു ജില്ലാ നേതാവല്ല, കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ശക്തമായിട്ടുള്ള മുഖം തന്നെയാണ് EP ജയരാജൻ ഇപ്പോഴും. അപ്പൊ അദ്ദേഹം വളരെ വ്യക്തമായിട്ടുമാണ് പറഞ്ഞത്. അദാനി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്, അനാവശ്യമായിട്ടുള്ള വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ശരിയായ രാഷ്ട്രീയാർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനും ഒക്കെ പറഞ്ഞത് ശുദ്ധ ഭോഷ്കാണ് എന്നുള്ളത്.
അതായത് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിൽ നിന്ന് ഇ.പി. ജയരാജൻ മാറി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി വിഴിഞ്ഞം വിഷയത്തിലെ അഭിപ്രായ വ്യത്യാസം മാത്രമാണോ ഇത് എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ മറ്റു ചില വിഷയങ്ങളൊക്കെ വരുന്നത്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള പടലപ്പിണക്കങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ശക്തമായ വിമർശനം നേതൃത്വത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മറച്ചു പിടിക്കാനൊന്നും പറ്റാത്ത കാര്യമാണ്. അത് പുറത്തു വരികയും ചെയ്തതാണ്. സാധാരണ CPM-ന്റെ ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ നിന്ന് ഇതൊക്കെ പുറത്തു വരിക പണ്ടൊന്നും സാധ്യമായിരുന്നില്ല. ഇപ്പോ അത് സാധ്യമാണ് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ അത്രയധികം റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കാണുകയും ചെയ്തു. കാരണം തിരഞ്ഞെടുപ്പ് ശേഷം വലിയ ഗംഭീരമായിട്ടുള്ള തോൽവിയാണ് ഉണ്ടായിട്ടുള്ളത്. ഗംഭീരം എന്ന് തന്നെ മനഃപൂർവ്വം എടുത്തു പറഞ്ഞതാണ്. ചോദിച്ചു വാങ്ങിയ ഒരു തോൽവി തന്നെയായിരുന്നു എന്ന് പറയാതെയും വയ്യ. ഇനി എന്തുകൊണ്ടാണ് കണ്ണൂരിൽ നിന്ന് ഈ പ്രതിഷേധം വരുന്നത് എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും നമുക്ക് മുന്നിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്, അല്ലെ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിയോജിപ്പ് പ്രകടിപ്പിച്ചവരെല്ലാം തന്നെ കണ്ണൂരിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളാണ്, CPM-ന്റെ നേതാക്കളാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ഇ.പി. ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ. അപ്പൊ ഇവർ 3 പേരും തന്നെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷിന്റെ ആരോപണങ്ങളെയാണ് തള്ളിയത്. അവിടെയാണ് ഈ പ്രശ്നം വന്നതും. അപ്പോ പ്രത്യേകിച്ച് ദിവ്യ S അയ്യരെ അദാനിയെ സഹായിക്കാൻ വേണ്ടിയാണ് മാറ്റിയത് എന്നായിരുന്നു KK രാഗേഷ് ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത്. അന്നേരം തന്നെ ഈ നേതാക്കൾ പറയുന്നത് ഇതൊന്നും തെളിവില്ലാത്ത ആരോപണങ്ങളാണ് എന്നുള്ളതാണ്. ഇവിടെ രാഷ്ട്രീയപരമായിട്ട് വലിയൊരു ചോദ്യം ഉയരുന്നില്ലേ? വിമർശനം യഥാർത്ഥത്തിൽ KK രാഗേഷിനെതിരെയാണോ, അതോ രാഗേഷിലൂടെ ഉയർന്നു വരുന്ന പുതിയ ശക്തി കേന്ദ്രത്തിലേക്കാണോ എന്നുള്ളതാണ്. ചിന്തിക്കേണ്ട വിഷയമാണ്. CPM ആണ്. CPM-ന്റെ ഒരു രീതി നമുക്കറിയാം. VS ഉയർന്നു വന്നത് എങ്ങനെയെന്നുള്ളത് നമുക്കറിയാം. പിണറായി ഉയർന്നു വന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം. അതിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് പിന്തുടർന്ന് പോരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി രാഗേഷ് ആണോ എന്നുള്ളത് പറയാനും ചോദിക്കാനും ഒക്കെ ചിന്തിക്കാനും ഒക്കെ കാരണങ്ങളുണ്ട്. കാരണം മുഖ്യമന്ത്രി ആയിരിക്കെ പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് ജില്ലാ സെക്രട്ടറി ആയിട്ട് എത്തിയ നേതാവാണ് KK രാഗേഷ്. അതുകൊണ്ട് തന്നെ KK രാഗേഷിനെ ലക്ഷ്യമിടുന്ന വിമർശനം പലരും പിണറായിയുടെ രാഷ്ട്രീയ ശൈലിയിലേക്കുള്ള ഒരു പരോക്ഷ വിമർശനമായിട്ട് കണക്ക് കൂട്ടാനും മതി. അങ്ങനെയുള്ള കണക്കുകൂട്ടലുകളെല്ലാം തന്നെ ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി തിരഞ്ഞെടുപ്പിന് ശേഷം CPM-നുള്ളില് വലിയ രീതിയിലുള്ള ഒരു ആത്മപരിശോധന നടത്തുന്നുമുണ്ട്. പ്രത്യേകിച്ചും കണ്ണൂരിലാണ്. കണ്ണൂരിൽ വലിയ രീതിയിൽ അടിത്തറ ഇളകിയിട്ടുണ്ട് എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് തളിപ്പറമ്പ്, പയ്യന്നൂർ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. അവിടെ ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾ എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയ്ക്ക് വിഷയമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ തോൽവികൾക്ക് ഉത്തരവാദി ആരാണെന്ന ചോദ്യത്തിനും KK രാഗേഷിലേക്ക് തന്നെയാണ് പലരും വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായിട്ടുള്ള വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ഒരു വിവാദമല്ല. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അടിഞ്ഞുകൂടിയിട്ടുള്ള അസംതൃപ്തികളുടെ ഒരു പ്രകടനവുമായിട്ട് കൂടി ഇതിനെ നമ്മൾ കണക്കാക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, ഈ വിഴിഞ്ഞം വിവാദം എന്ന് പറയുന്നത് CPM-ന് രാഷ്ട്രീയ ആയുധമായോ അതോ CPM-നെ ഇത് ബൂമറാങ് ആയിട്ട് വന്ന് അടിക്കുകയാണോ എന്നുള്ളത്. VD സതീശനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ വിവാദം ഇപ്പോൾ CPM-നെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഇത് ദേശീയ തലത്തിലേക്ക് കൂടി ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. 2 തരത്തിലും. വിഴിഞ്ഞം പോർട്ട് അദാനിയുമായി ബന്ധപ്പെട്ടിട്ട് VD സതീശനുമായി ബന്ധപ്പെട്ടുള്ള വിഷയവും VD സതീശനും വിഴിഞ്ഞം പോർട്ടും CPM-നുള്ളിൽ എന്തെല്ലാം രാഷ്ട്രീയ കലഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വിഷയവുമായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, ഇതൊരു അദാനി വിഴിഞ്ഞം വിഷയമായിട്ട് മാത്രമല്ല സംസ്ഥാനത്ത് നടക്കുന്നത്. പലരുടെയും ശ്രദ്ധയിലേക്ക് പെടാതെ പോകുന്ന അല്ലെങ്കിൽ പാർട്ടി ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്ന
വലിയ പാർട്ടിക്കുള്ളിലെ വലിയ അസ്ഥിരതയുടെ ഒരു പ്രകടനം കൂടിയായിട്ട് മാറുന്നുണ്ട്. ഇത് CPM-ന്റെ ഭാവി നേതൃത്വത്തെ കുറിച്ച് അല്ലെങ്കിൽ നേതൃത്വ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ ഉള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ആദ്യപടിയായിട്ട് ഉയർന്നു വന്നതാണോ എന്നുള്ള ഒരു ചോദ്യം കൂടി കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. വിഴിഞ്ഞം തുറമുഖത്തേക്കാൾ വലിയ കൊടുങ്കാറ്റ് ഇപ്പോൾ ആഞ്ഞടിക്കുന്നത് CPM-നുള്ളിലാണ് എന്ന് പറയാതിരിക്കാൻ എന്തായാലും പറ്റില്ല. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അടുത്ത വിവാദം എന്താണ് പുകഞ്ഞു കത്തുന്നത്, ഏതൊക്കെ വിറകുകൊള്ളികൾ പുറത്തു കിടക്കും എന്നൊക്കെ ഉള്ളത് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ദൃശ്യമാകും എന്നുള്ളതാണ് തോന്നുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറന്നേക്കല്ലേ.